അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഇതിങ്ങനെ ഈ രീതിയിലൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ നമുക്ക് തോന്നും, അനീതി കാണുമ്പോൾ അത് അനീതിയാണെന്ന് തോന്നുന്നേ ഉള്ളൂ. തുല്യരാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. പക്ഷേ അങ്ങനെ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ഫെമിനിസം എന്ന് പറയുന്നത്. അതൊരു തിയറിയായിട്ട് പഠിക്കുമ്പോഴാണ് അത് ഫെമിനിസം ആകുന്നത്. പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പല പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സ്ത്രീകൾ പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ, അതുപോലെ മാറുമറയ്ക്കൽ സമരം, ദളിത് പെൺകുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് സമരങ്ങൾ വന്നിട്ടുണ്ട്, പെൺകുട്ടികളുടേതായിട്ടുള്ള സ്ത്രീകളുടേതായിട്ടുള്ള. ഇപ്പം രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലത്തെ വിഷയങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. അതിനു മുമ്പ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതൊന്നും ഒരു അജണ്ടയായിട്ട് എടുക്കില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം മത്സരിച്ച് എടുക്കാറുണ്ട്. രാഷ്ട്രീയക്കാരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പല കേസുകളും ഉണ്ടല്ലോ, ഐസ്ക്രീം പാർലർ കേസ്, അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെ നമ്മൾ അവിടെ ഇലക്ഷന് നിൽക്കുന്ന സമയത്തൊക്കെ അവിടെ പോയിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ ഈ പേര് വന്നിട്ടുള്ള ആൾക്കാരുടെ അക്യൂസ്ഡ് ആയിട്ട് വന്നിട്ടുള്ളവർക്കെതിരെ ക്യാമ്പയിനുകളൊക്കെ നടത്തുമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് ഈ ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നാറുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ ആൺകുട്ടികളെ എപ്പോഴും ഇങ്ങനെ പ്രൈസ് ചെയ്ത് പറയുകയും പിന്നെ പെൺകുട്ടികൾക്ക് അത്രയും ഒന്നും കഴിവില്ല എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ടീച്ചേഴ്സ് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതെന്താ ഇങ്ങനെ. നമ്മുടെ ഉള്ളിൽ നമ്മളും അവരെ പോലെ തന്നെയാണ്, പലപ്പോഴും മാർക്കും കൂടുതൽ പെൺകുട്ടികൾക്കാണ് കിട്ടുന്നത്. എങ്കിലും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, പിന്നെ അല്ലെങ്കിൽ വീടുകളിൽ ഒരേ ജോലി ചെയ്യുന്ന അച്ഛനും അമ്മയാണെങ്കിലും അമ്മ തിരിച്ചു വരുമ്പോൾ അടുക്കളയിലെ ജോലിയെല്ലാം ചെയ്യണം, അച്ഛന് അങ്ങനെയൊന്നും ചെയ്യണ്ട. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ, പക്ഷെ അത് ഫെമിനിസം എന്നൊന്നും അങ്ങനെ അറിയില്ലല്ലോ, അതൊന്നും ശരിയല്ല എന്നുള്ളത് കുട്ടിക്കാലം മുതലേ നമുക്ക് തോന്നും. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും. പക്ഷെ അതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനൊരു സാമൂഹ്യമായിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ടെന്നോ ഒരു ചരിത്രമുണ്ടെന്നോ അങ്ങനെയൊന്നും നമുക്കറിയില്ലല്ലോ. അതൊന്നും നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇല്ല. അതെവിടെ നമ്മൾ പഠിക്കുന്നില്ല എന്നൊന്നും അത്തരത്തിൽ മനസ്സിലാക്കാനുള്ള പുസ്തകങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത് എന്താണ്, ഇതൊരു വ്യവസ്ഥയുടെ പ്രശ്നമാണ് എന്നുള്ളത്, ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് അത് പഠിക്കുമ്പോഴാണ്, ശാസ്ത്രീയമായിട്ട് പഠിക്കുമ്പോഴാണ്. അപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെയുള്ള അക്കാഡമിക്സിൽ തന്നെ നമ്മുടെ ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളില്ല, ഇപ്പോഴും ഇല്ല. അതുകൊണ്ടാണ് പലർക്കും മനസ്സിലാകാത്തത്. പലരും ഇപ്പോൾ ഇത് പറയുമ്പോൾ ചോദിക്കുമല്ലോ, പിന്നെ എന്താണ് പ്രശ്നം, പെണ്ണുങ്ങൾക്ക് എന്താണ് കൂടുതൽ പ്രശ്നം, അല്ലെങ്കിൽ പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തിട്ട് പെണ്ണുങ്ങൾ ആണുങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനെ ഒരു സയൻറ്റിഫിക്കായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഇപ്പോൾ ചിലയിടത്ത് ജെൻഡർ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അപ്പോൾ അവിടെ മാത്രമാണത് പഠിപ്പിക്കുന്നത്. പിന്നെ ചെറിയ ക്ലാസ്സിലൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് അപ്രോച്ച് ചെയ്താൽ മാത്രമല്ല, സോഷ്യോളജിക്കലി അപ്രോച്ച് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ, ആ രീതിയിൽ മനസ്സിലാവുള്ളൂ. അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്തൊന്നും ഇതിങ്ങനെ ഈ രീതിയിലൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ നമുക്ക് തോന്നും, അനീതി കാണുമ്പോൾ അത് അനീതിയാണെന്ന് തോന്നുന്നേ ഉള്ളൂ. തുല്യരാണ് എന്നുള്ളൊരു ബോധം നമുക്കുണ്ട്. പക്ഷേ അങ്ങനെ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മൾ ഫെമിനിസം എന്ന് പറയുന്നത്. അതൊരു തിയറിയായിട്ട് പഠിക്കുമ്പോഴാണ് അത് ഫെമിനിസം ആകുന്നത്. അത് എനിക്ക് തോന്നുന്നു, ഞാൻ MBBS ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ഒരു സാമൂഹികമായ രംഗത്തേക്ക് വരുന്നത്. അത് കേരളത്തിൽ തന്നെ ആ സമയത്ത് ആ രീതിയിലുള്ള മനസ്സിലാക്കൽ തുടങ്ങി വരുന്നേ ഉള്ളൂ, ഇത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാട്. അപ്പോഴാണ് നമ്മൾ 80കളിലാണ് തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുള്ളത്.
ചോദ്യങ്ങൾ അത് നമ്മൾ എങ്ങനെ റേസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ആൺകുട്ടികളെ നമ്മൾ എതിർക്കും, അവർ ചെയ്യുന്നത് അവരെ കളിയാക്കുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് നമ്മളത് റെസിസ്റ്റൻസ്, നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രതിരോധം എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ അവർ പറയുമ്പോൾ നമ്മളതിനെതിര് പറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ കോളേജിൽ വന്ന സമയത്ത് ഇങ്ങനെ കമൻറ്റ് ഒക്കെ ഉണ്ടല്ലോ, ആൺകുട്ടികൾ കമൻ്റ് അടിക്കുകയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾക്കതൊരു അപമാനമായിട്ട് തോന്നുകയാണെങ്കിൽ അന്ന് ഞങ്ങൾ ചേരുന്നെച്ചാൽ ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചെന്നിട്ട് അവരോട് ചോദിക്കും. അവരത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് നമ്മളിങ്ങനെ കേട്ടിട്ട് നമ്മളിങ്ങനെ അടങ്ങി ഒതുങ്ങി അങ്ങനെ പോകും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഞങ്ങളവിടെ തിരിച്ച് ചെന്നിട്ട് എന്താ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കും. ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല, നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്നതാണ്. അത് ഉള്ളിലെ ഒരു തോന്നലുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പെൺകുട്ടികൾ പെരുമാറുന്ന പോലെ ഇങ്ങനെ അന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ സിനിമയിൽ കാണുന്ന പോലെ കാലിൽ നോക്കി പെരുവിരൽ നോക്കി നടക്കുക, ഇങ്ങനെ കുനിഞ്ഞ് നടക്കുക, ഇങ്ങനെ പെണ്ണുങ്ങളുടേതായ ബിഹേവിയർ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ചെയ്യില്ല. ഇപ്പോൾ അല്ലെങ്കിൽ പല കാര്യങ്ങളും തലയിൽ പൂവൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെൺകുട്ടികൾ അണിഞ്ഞൊരുങ്ങി, അപ്പോൾ അതൊക്കെ ഒരു തരം റെസിസ്റ്റൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കങ്ങനെ സമൂഹം പറയുന്ന രീതിയിലൊരു പെണ്ണാകാൻ താല്പര്യമില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യും. പക്ഷെ അത് ബോധപൂർവം ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു റെസിസ്റ്റൻസാണ്. അതിപ്പോൾ നോക്കുമ്പോഴാണ് ഓക്കെ ഇതുകൊണ്ടായിരിക്കാം നമ്മളങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നുന്നത്. അത് നമ്മൾ പിന്നെ ഇപ്പോഴും അന്ന് മാത്രമല്ലല്ലോ, ഇപ്പോഴും എങ്ങനെയാണ്, ഇപ്പോഴും ഞാൻ കമ്മ്യൂണിറ്റി മെഡിസിൻ്റെ പ്രൊഫസറാണ് കോളേജിൽ. പക്ഷേ ഈ കാര്യങ്ങൾ ഇപ്പോഴും പറയാൻ പറ്റില്ല നമ്മുടെ കൊളീഗ്സിൻ്റെ അടുത്തോ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ കേട്ടോണ്ടിരിക്കും എന്നല്ലാണ്ട് അതിപ്പോഴും നമ്മുടെ സമൂഹത്തിൻ്റെ ബോധത്തിലില്ലല്ലോ. അപ്പോൾ പിന്നെ അപ്പോഴത്തെ കാര്യമൊന്നും പറയേ വേണ്ട. നമുക്ക് ഇത് പറഞ്ഞാൽ അവരങ്ങനെ മനസ്സിലാക്കില്ല. അവർ വിചാരിക്കും ഇവർക്കെന്തോ പ്രശ്നമാണ്, ഇവർ ഒരു പ്രത്യേകതരം ആൾക്കാരാണ് എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ളവർ കാണുക. പക്ഷെ ഭയങ്കരമായ എതിർപ്പോ അങ്ങനെയൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല. പക്ഷെ അവർ അത് ആ രീതിയിൽ ഉൾക്കൊള്ളണമെന്നില്ല. നമ്മൾ പറയുന്ന രീതിയിലായിരിക്കില്ല അവർ ഉൾക്കൊള്ളുന്നത്. ചിലപ്പോൾ മനസ്സിലാവുകയും ചെയ്യും. നമ്മളത് വിശദീകരിച്ച് കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാകും. ഇപ്പം ഞാൻ തന്നെ ഇപ്പം വിവാഹം വേണ്ട എന്ന് പറയുകയും ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ പറയും. ഇപ്പോൾ സ്ത്രീധനം അങ്ങനെയുള്ള സ്ത്രീധനമൊന്നും നമ്മുടെ കുടുംബത്തിലൊന്നും അങ്ങനെ ഇല്ല എങ്കിൽ പോലും ആ സ്ത്രീക്കൊരു വിലയില്ലാത്ത പോലെയാണല്ലോ. അത് കല്യാണത്തിൻ്റെ മൊത്തം ചടങ്ങുകൾ നോക്കിയാലും സ്ത്രീ ഇപ്പോൾ കുറേ ആഭരണമെല്ലാം ഇട്ട് അങ്ങനെ നിൽക്കണം, ആണുങ്ങൾക്ക് അങ്ങനെ വേണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ അതിനോട് ഒട്ടും യോജിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ ചിലർക്ക് മനസ്സിലാകും ശരിയാണല്ലോ എന്ന് ചിലർക്ക് മനസ്സിലാകും. പക്ഷേ എല്ലാവരും അങ്ങനെ അല്ലാത്തത് കൊണ്ട് അത് തുറന്നു പറയാനൊന്നും ആർക്കും അതുണ്ടാവില്ല. അതിപ്പോഴും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ചിലയിടത്ത് മാത്രമാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. അത് ഈ പറഞ്ഞ ജെൻഡർ സ്റ്റഡീസ് ഉള്ള സ്ഥലത്ത്, പിന്നെ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് പേര് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ പറയണ പ്രത്യേകിച്ച് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നതായിട്ട് തോന്നുന്നില്ല. അത് നമ്മൾ അപ്പോഴേ തുടങ്ങിയെന്ന് പറയുമ്പോൾ അങ്ങനെ അല്ലാത്ത കാണുന്ന ആളുകളുമുണ്ട്. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പല പ്രസ്ഥാനങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് സ്ത്രീകൾ പഠിക്കാൻ പോകുന്നതിന് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ, അതുപോലെ മാറുമറയ്ക്കൽ സമരം, ദളിത് പെൺകുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന അങ്ങനെയൊക്കെ ഒരുപാട് സമരങ്ങൾ വന്നിട്ടുണ്ട്, പെൺകുട്ടികളുടേതായിട്ടുള്ള സ്ത്രീകളുടേതായിട്ടുള്ള. അപ്പോൾ ചില ആളുകൾ പറയുന്നത് അതിൻ്റെ തുടർച്ചയാണ് എന്നുള്ള ആ രീതിയിൽ കാണുന്നു. പക്ഷെ നമ്മൾ പറയുന്നത് ഇതിനെ ഒരു സൈദ്ധാന്തിക വിശകലനത്തിലൂടെ, ഇതാണ് പാട്രിയാർക്കി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ഹിസ്റ്റോറിക്കലായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സിസ്റ്റമിക്കായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള തരത്തിൽ ഒരു സൈദ്ധാന്തികമായിട്ട് അതിനെ അവതരിപ്പിക്കുകയും, അതുപോലെ സ്വതന്ത്ര സ്ത്രീ വിമോചന ഗ്രൂപ്പുകൾ, അതായത് പുരുഷന്മാരില്ലാത്ത സംഘടന, അല്ലെങ്കിൽ പുരുഷന്മാരുടെ നിയന്ത്രണമില്ലാത്ത സംഘടന, മറ്റ് പലതിലും അതുണ്ട്, സ്ത്രീകളുടെ സംഘടന ഉണ്ടെങ്കിലും അതിനകത്ത് എവിടെയോ അവരുടേതായ ഒരു നിയന്ത്രണങ്ങൾ, പുരുഷന്മാരുടേതായിട്ടുള്ള ഒരു നിയന്ത്രണം ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് പൂർണ്ണമായും ഇല്ലാതെ ഇത് സ്ത്രീകളുടെ മാത്രമായിട്ടുള്ള കൂട്ടായ്മയായിട്ട് ആ സംഘടനയ്ക്കകത്ത്, സംഘടനയുടെ ചട്ടക്കൂടിനകത്ത് പുരുഷന്മാർ വരില്ല. പുറത്ത് നമ്മൾ സമ്മതിക്കുന്നുണ്ട്, അവരുമായിട്ടും ചർച്ചകളൊക്കെ നടത്തുന്നുണ്ടാവും. പക്ഷെ ആ സംഘടനയ്ക്കകത്ത് തീരുമാനം എടുക്കുന്നത് സ്ത്രീകൾ മാത്രമായിരിക്കും. ആ രീതിയിലാണിത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ
പലതരത്തിലുള്ള റെസിസ്റ്റൻസുകളും പ്രസ്ഥാനങ്ങളും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. 80കളിലുണ്ടായ സ്വതന്ത്ര സ്ത്രീ വിമോചന പ്രസ്ഥാനം. അത് അന്ന് പ്രധാനമായിട്ട് കോളേജിലൊക്കെ പഠിക്കുന്ന, അതായത് കുറച്ച് സീനിയറായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യുന്ന ചില വിദ്യാർത്ഥികൾ, പിന്നെ അന്നത്തെ ചില വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ അത് ഈ പുതിയ ന്യൂ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം, നവസാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ആശയം പൊതുവേ കേരളത്തിൽ വന്നു എന്നുള്ളതാണ്. സാംസ്കാരിക വേദിക്കൊക്കെ ശേഷം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പിന്നെ സാംസ്കാരിക വേദി പ്രവർത്തനങ്ങൾ, അതിൽ ഒരുപാട് സാംസ്കാരിക മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തും മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഇന്ത്യയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ എല്ലാവരെയും ഒരു തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെയാണ് ചിലർക്കെങ്കിലും ഇത് ശരിയല്ല, ഇപ്പോഴത്തെ ഈ സംവിധാനം ശരിയല്ല, നമുക്ക് സ്വതന്ത്രരാകണം എന്നുള്ള ഒരു ഫീലിംഗ് അങ്ങനെ വന്നിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള അക്കാഡമിക്സിലുള്ള ചില ആൾക്കാരുണ്ട്. അതുപോലെ ചില NGOs, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ്, മറ്റ് സ്ഥലങ്ങളിലെ ഇതുപോലത്തെ സ്ത്രീ സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ പലരുടെയും ഒരു കൂട്ടായ്മ വന്നു. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, അന്നൊരു സർവേ നടത്തി കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ. ഈ കോളേജ് സ്റ്റുഡൻസ് തന്നെ ഒരു സർവേ നടത്തി ഈ വിഷയത്തിലെ ഒരു അഭിപ്രായം ഒക്കെ ഉണ്ടാക്കി അത് പ്രസിദ്ധീകരിച്ചിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ ആദ്യം തുടങ്ങിയത്. അപ്പോൾ ഇത് പിന്നെ അതുപോലെ ചില ഇൻസിഡൻസ് വരുമ്പോൾ, ഇപ്പോൾ പൊതുവായിട്ടൊരു സ്ത്രീക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം പൊതുരംഗത്ത് നേരിട്ടാൽ നമ്മളതിന് കത്തുകൾ, പത്രത്തിലൂടെ കത്തുകൾ എഴുതുക, അല്ലെങ്കിൽ പോസ്റ്ററുകൾ ഉണ്ടാക്കി പോസ്റ്ററുകൾ ഒട്ടിക്കുക, ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. ആ കുറച്ച് പേരുള്ള ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള ചില ആക്ഷൻസ് ചെയ്യാൻ തുടങ്ങി. ആക്ഷൻസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നേർക്ക് കൂടുതൽ ചോദ്യങ്ങൾ വരും. കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കാൻ ബാധ്യസ്ഥരാകും. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യും, കൂടുതൽ വായിച്ചു പഠിക്കുകയും ഒക്കെ ചെയ്യും. ഒരുപാട് പുരുഷന്മാരും ഇത് മനസ്സിലാക്കിയിട്ടുള്ളവരും സപ്പോർട്ട് ചെയ്യുന്നവരുമായിട്ടുള്ള പുരുഷന്മാരും ആ സമയത്തുണ്ട്. ഫെമിനിസ്റ്റുകളായിട്ടുള്ള പുരുഷന്മാരുണ്ട്. ഈ ഫെമിനിസത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള പുരുഷന്മാരും ആ സമയത്തുണ്ട്. അപ്പോൾ അങ്ങനെ അത് ആണെന്നോ പെണ്ണെന്നുള്ള വ്യത്യാസമില്ലാതെ തന്നെയാണ് ഈ ആശയങ്ങൾ രൂപപ്പെട്ടത്. പക്ഷേ നമ്മുടെ സംഘടനയ്ക്കുള്ളിൽ സ്ത്രീകൾ മാത്രം ആയിരിക്കണം എന്നുള്ളത് അവരും അങ്ങനെ തന്നെ വിചാരിച്ചു. ആ രീതിയിലാണ് വന്നത്. ആദ്യത്തേത് രണ്ടാമത്തേത് എന്നുള്ള തരത്തിലല്ല, ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ്. എന്ന് വെച്ചാൽ ഞങ്ങളവിടെ പ്രചോദനയുടെ മീറ്റിങ്ങൊക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ പത്രത്തിൽ കാണുന്നു മാനുഷി എന്ന് പറഞ്ഞൊരു സംഘടന ഇതുപോലെ പ്രവർത്തിക്കുന്നു നമ്മളെപ്പോലെ. അപ്പോഴാണ് നമ്മളത് കാണുന്നത്. അപ്പോൾ ഏതാണ്ട് അതേ സമയത്താണ്. അപ്പോൾ ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാർ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ബോധന എന്ന് പറഞ്ഞിട്ട് കോഴിക്കോടൊരു സംഘടന ഉണ്ടായി. അങ്ങനെ പല സംഘടനകളും പല സ്ഥലങ്ങളിലും ഉണ്ടായി. പിന്നെ നമ്മൾ യാത്ര ചെയ്ത് കോളേജുകളിലൊക്കെ പോവുകയും കോളേജുകളിൽ വിദ്യാർത്ഥികളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കോളേജ് സ്റ്റുഡൻസും അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളൊക്കെ പല സ്ഥലത്തും ഉണ്ടാക്കാൻ തുടങ്ങി. ഇങ്ങനെ ആദ്യമേത് രണ്ടാമതേത് എന്നുള്ളതല്ല, ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ്. പരസ്പരം ബന്ധിപ്പിച്ചാൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്ന ഒരേ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നവരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇഷ്യൂസ് എടുക്കുമ്പോഴും ഇപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഏകദേശം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സെക്ഷൽ വയലൻസ് അതൊന്നും പുറത്ത് കൊണ്ടുവരില്ല, എല്ലാവർക്കും ഭയങ്കര പ്രശ്നമാണല്ലോ. അപ്പോഴും നമുക്കും പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ അവരും കൂടി അതിനെ സമ്മതിച്ചാലല്ലേ അത് പുറത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് കണ്ടത് പലരും അത് പ്രതികരിക്കാൻ തയ്യാറായി. അതുപോലെ മറ്റ് പാർട്ടികളുടെ ഒക്കെ ആണെങ്കിലും സംഘടനകളാണെങ്കിലും ഈ മഹിളാ സമാജം പോലെയുള്ള പാർട്ടികളുടെ വനിതാ സംഘടനകളും ഒക്കെ നമുക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും ആ ഉള്ളിൽ അത് അങ്ങനെ വേണമെന്നുള്ളൊരു ഫീലിംഗ് ഉള്ളത് കൊണ്ടായിരിക്കാം. ലോക്കലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ എല്ലാവരും നമ്മളോടൊപ്പം വരികയും ചെയ്തു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു ആവശ്യം സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
അത് പ്രത്യേകിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ഷനും ഒരു തരത്തിൽ ബോധവൽക്കരണമാകുന്നു. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമ്മൾ പബ്ലിക്കായിട്ട് പോസ്റ്ററുകൾ ഒട്ടിക്കുക എന്നൊക്കെയുള്ളതാണ്. അന്നിങ്ങനെ പെൺകുട്ടികളൊന്നും ആ സമയത്ത് സ്ത്രീകളൊന്നും പബ്ലിക്കായിട്ട് കയറി മതിലിലൊക്കെ കയറി പോസ്റ്റർ ഒട്ടിക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ. അപ്പോൾ അത് തന്നെ ഒരുപാട് അറ്റൻഷൻ ഉണ്ടാക്കും. അപ്പോൾ മീഡിയ അത് എടുക്കും. മീഡിയയ്ക്ക് ഒരു താല്പര്യമുണ്ടല്ലോ, അപ്പോൾ മീഡിയ അത് ഹൈലൈറ്റ് ചെയ്യും. പിന്നെ സെമിനാറുകളും ചർച്ചകളും ഒക്കെ ഓർഗനൈസ് ചെയ്യും. പിന്നെ അതുപോലെ ഈ ഇഷ്യൂസ് നടന്ന നാട്ടിൽ അവിടെ നമ്മൾ പബ്ലിക് പ്രൊട്ടസ്റ്റ് ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ നടത്തും. ഒരിക്കൽ കാരറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ രാജ്ഭവൻ വരെ ഒരു മാർച്ച് നടത്തിയിരുന്നു. അത് ഒരു ദിവസം കൊണ്ട് നടന്നു തീരൂല, നടക്കുകയാണ് അവിടുന്ന്. അത് 2 ദിവസം കൊണ്ടാണ് നമ്മൾ നടന്നു തീർത്തത്. ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ പിന്നെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് വിശ്രമിച്ചു. പിറ്റേ ദിവസവും കൂടെ നടന്നിട്ടാണ് രാജ്ഭവൻ വരെ എത്തിയത്. അപ്പോൾ അതൊക്കെ ഈ ഡെമോൺസ്ട്രേഷൻസ് എന്ന് പറയുന്ന കുറച്ചൊരു അവയർനെസ് ആളുകൾക്ക് ആളുകൾ ശ്രദ്ധിക്കും ഇതെന്താണ്. പക്ഷെ അപ്പോഴും വളരെ വ്യാപകമായിട്ട് നമുക്ക് എല്ലാ ഇതിലേക്കും എത്താൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് പറ്റില്ല. തീർച്ചയായും ചെയ്ത് വളരെ നഗരങ്ങളെ കേന്ദ്രീകരിച്ചുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണല്ലോ. അപ്പോൾ അതിൻ്റെ പരിമിതികൾ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ അത്രയ്ക്കേ നമുക്ക് ആ സമയത്ത് പറ്റുമായിരുന്നുള്ളൂ. ഒരു സ്ത്രീ ഒരു വീട്ടിൽ മരണപ്പെട്ട ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ നമ്മളതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുകയും അത് വീട്ടിനുള്ളിൽ നടന്ന മരണമാണ്, അപ്പോൾ അത് കൊലപാതകമാകാൻ സാധ്യതയുണ്ട്, അത് പുറത്തു കൊണ്ടുവരണം, അത് സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നുള്ളത്, ഇതൊക്കെ ഈ കേസുകളൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുമല്ലോ. അപ്പോൾ അങ്ങനെയല്ലാതെ ഇത് പുറത്തു കൊണ്ടുവരണം, അവർ കുറ്റവാളികളാണെങ്കിൽ ശിക്ഷിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു. പക്ഷെ അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്ത്രീധനത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള കുടുംബത്തിനകത്ത് വയലൻസിനെ കുറിച്ചും ഒക്കെ നമുക്ക് ചർച്ച ചെയ്യാനൊരു അവസരം കൂടിയാണല്ലോ. അപ്പോൾ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും. അത് പിന്നെ ഫൈനലി അത് വിജയിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ അത് അങ്ങനെയൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ആ സമയത്ത് നമ്മൾ മുഖ്യമന്ത്രിയൊക്കെ നിരന്തരം കാണാൻ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക, ഇതുപോലെയുള്ള പല സംഭവങ്ങളും. നമ്മളപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി ഇതുപോലെ പരാതി കൊടുക്കുന്നു, ഒരു സംഘടനയായിട്ടാണെന്ന് പറയുമ്പോൾ അവരും അതൊന്ന് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കും. അല്ലാതെ നമ്മൾ ഇപ്പോൾ പോലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു പരാതി കൊടുക്കാൻ സ്ത്രീകൾക്കൊക്കെ പ്രയാസമാണല്ലോ. അപ്പോൾ ഒരു സംഘടനയുടെ അഡ്രസ്സിലാണ് നമ്മൾ പോവുക. പിന്നെ ലോക്കലായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരെയൊക്കെ കാണും, അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും കൂടി ഉണ്ടാവും. പിന്നെ നേരിട്ട് മുഖ്യമന്ത്രിക്കും ഒക്കെ നമ്മൾ മെമ്മോറാണ്ടം കൊണ്ടു കൊടുക്കും. അപ്പോൾ ഈ ഓരോ പ്രോസസ്സിലും ഒരു അവയർനെസ്സും ഉണ്ടാകുന്നുണ്ട്. ഇത്തരം ഇഷ്യൂസ് ഇതൊക്കെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നുള്ള ഫെമിനിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നതാണല്ലോ, അത് ഒരു രാഷ്ട്രീയ മേഖലയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അല്ല, അവർ അപ്പം നോക്കാമെന്നൊക്കെ പറയും, എല്ലാം വളരെ കാര്യമായിട്ടല്ല, അത് മോശമായിട്ടുള്ള പ്രതികരണമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ അത് എത്രത്തോളം നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഒരു വിഷയമാണ്. ഇപ്പോഴാണെങ്കിലും അങ്ങനെയാണല്ലോ. പക്ഷേ ഇതൊക്കെ റേസ് ചെയ്തുകൊണ്ട് വന്നു ഇപ്പം രാഷ്ട്രീയ പാർട്ടികളും ഇതുപോലത്തെ വിഷയങ്ങൾ എടുക്കുന്നുണ്ടല്ലോ. അതിനു മുമ്പ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതൊന്നും ഒരു അജണ്ടയായിട്ട് എടുക്കില്ലായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം മത്സരിച്ച് എടുക്കാറുണ്ട്. ഇതുപോലെയുള്ള വിഷയങ്ങൾ വന്നാൽ ഇപ്പോൾ ഒരു പാർട്ടിയുടെ ഇതിൽ വരുന്നതാണെങ്കിൽ മറ്റേ പാർട്ടി അതിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചു വരുന്നു. എല്ലാവരും ഇതൊരു വിഷയമായിട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളത് അത് വലിയൊരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ഒന്നുമില്ല, നമ്മളിങ്ങനെ ആലോചിച്ചു പലതും. ഇപ്പോൾ വെറുതെ ആലോചിക്കുമ്പോൾ പ്രചോദിപ്പിക്കുന്നതെന്നുള്ള അർത്ഥമാണല്ലോ, മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അങ്ങനെ അത് കിട്ടും എന്നുള്ളതേ ഉള്ളൂ. അത് ആരാണെന്ന് ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. നമ്മളെല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ട് അതിലൊരു 10 പേരൊക്കെ ഉണ്ടാവുള്ളൂ തുടക്കത്തിൽ. ഇതുപോലെയുള്ള ഇൻഡിവിജ്വൽ ഇഷ്യൂസാണ്. പിന്നെ ഞാൻ ഓർക്കുന്നൊരു കാര്യം, തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്തൊരു പോലീസ് അട്രോസിറ്റി ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പോയി, അവിടെ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ അവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു പോയി അവിടെയുള്ള ആളുകളെയൊക്കെ സഫർ ചെയ്ത ആളുകളെയൊക്കെ സമാധാനിപ്പിക്കുന്നു. പിന്നെ അതിനെ കുറച്ചുകൂടെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു മാനം കൊണ്ടുവരാൻ പറ്റി. അതൊരു എന്താ പറയുക, സെക്ഷൽ ഹറാസ്മെൻറ്റിൻ്റെ ഒരു വിഷയമാണ്, അത് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതുമാണല്ലോ. അപ്പോൾ ഈ ഒരു വിഷയം പലരും അവിടെ അത് റേസ് ചെയ്യുന്നുണ്ടായിരുന്നു വെച്ചാൽ, അന്ന് ഭരിക്കുന്നവരല്ലാത്ത എതിർ പാർട്ടിക്കാർ പോയിട്ട് ഇത് ചെയ്യുന്നുണ്ടായിരുന്നു, പല സംഘടനകളും ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മൾ മാത്രമല്ല. പക്ഷേ നമുക്കതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ പോയിട്ട് അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെയൊക്കെ നമുക്കവിടെ പോകാൻ പറ്റുള്ളൂ. പിന്നെ പോലീസ് അട്രോസിറ്റി ആണല്ലോ, അപ്പോൾ അത് കുറച്ച് സീരിയസ് ആയ വിഷയമാണ്, സ്റ്റേറ്റിനെതിരായിട്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമുക്കൊരു പ്രായോഗിക പരിചയം കൂടി ആയിരുന്നു. അതാണ് ഒന്ന് ഉള്ളത്. പിന്നെ നമ്മൾ ചില പൊതു ഇഷ്യൂസ്
പൊതുവായിട്ട് വരുന്ന ചില അന്ന് ഈ മുസ്ലിം വനിതാ ബിൽ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിലെ നിലപാടുകളൊക്കെ ഇപ്പോൾ നമ്മൾ മാറിയിട്ടുണ്ട്. എന്നാലും അന്ന് നമ്മൾ എന്താ പറയുക, കുറച്ചുകൂടെ സെക്യുലറായ ഒരു സമീപനം വേണം എന്നൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു നിലപാട്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കുറച്ചും കൂടി നമ്മൾ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ കുറച്ച് മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പൊതുവിഷയങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ ഇൻഡിവിജ്വലായിട്ടുള്ള ഈ റേപ്പ് പോലത്തെ വിഷയങ്ങളും ഒക്കെയാണ്, സെക്ഷൽ ഹറാസ്മെൻ്റ് വിഷയങ്ങൾ. പിന്നെ നമ്മൾ രാഷ്ട്രീയക്കാരൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പല കേസുകളും ഉണ്ടല്ലോ, ഐസ്ക്രീം പാർലർ കേസ്, അങ്ങനെയൊക്കെയുള്ള കേസുകളിലൊക്കെ നമ്മൾ അവിടെ ഇലക്ഷന് നിൽക്കുന്ന സമയത്തൊക്കെ അവിടെ പോയിട്ട് ഇലക്ഷൻ ക്യാമ്പയിൻ ഒക്കെ ഈ പേര് വന്നിട്ടുള്ള ആൾക്കാരുടെ അക്യൂസ്ഡായിട്ട് വന്നിട്ടുള്ളവർക്കെതിരെ ക്യാമ്പയിനുകളൊക്കെ നടത്തുമായിരുന്നു. അത് പ്രചോദനയുടെ സമയത്തല്ല, അതിന് ശേഷമാണ്. പിന്നീട് സ്ത്രീവേദി എന്ന് പറഞ്ഞിട്ട് എല്ലാ സംഘടനകളുടെയും കൂടെ ഒരു കോർഡിനേഷൻ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ കുറേ കേസുകൾ എടുത്തിട്ടുണ്ട്. അതൊരു തുടർച്ചയാണ് നേരത്തെ. അല്ല, ഇത് ഈ മറ്റേത് കാരേറ്റ് എന്നൊക്കെ പറയുന്നത് ഗ്രാമമാണല്ലോ. നമ്മൾ ഗ്രാമങ്ങളിലും പോകും. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ. കുറച്ച് ആൾക്കാരെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ വ്യാപകമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായ സ്ഥലത്ത് അവിടെ നഗരമൊന്നും ഗ്രാമമൊന്നും വ്യത്യാസമില്ല. ഈ നമ്മുടെ മെമ്പേഴ്സൊക്കെ മിക്കവാറും നഗരത്തിലുള്ളവരാണ്. പക്ഷേ നമ്മൾ ഒരു പ്രശ്നമുണ്ടാകുന്ന ഗ്രാമത്തിലാണെങ്കിലും അങ്ങനെ പോകും. പിന്നെ കേരളത്തിൽ അങ്ങനെ വലിയൊരു വ്യത്യാസമില്ലല്ലോ, ഗ്രാമം നഗരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുമിച്ച് കിടക്കുന്നതാണ്. പക്ഷെ നമ്മൾ വളരെ കുറച്ച് കാലമാണ് പ്രവർത്തിച്ചത്, കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിൽ നിന്നുള്ള ഡെവലപ്മെൻറ്റ്സാണ് പിന്നീട് തിയേറ്റർ, സിനിമകളിലേക്ക്, സാഹിത്യത്തിലേക്ക് ഒക്കെ ഈ ആശയങ്ങൾ വരികയാണ്. അങ്ങനെ അതിൻ്റെ വ്യാപനം കൂടുന്നത്. പിന്നെ അക്കാഡമിക്സിലേക്ക് വന്നു. അതിനുശേഷം പിന്നെ ഗവൺമെൻറ് തന്നെ പല പ്രോഗ്രാമുകളും സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവരുന്നു. രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സംഘടനകളൊക്കെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങളും സെമിനാറുകളും ഒക്കെ നടത്തുന്നു. എന്താ പറയുക, ഒരു കലാജാഥ എന്ന് പറയുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഒരു കുറച്ച് വലിയ അവബോധം മൊത്തത്തിൽ ഉണ്ടാകുകയാണ്. അങ്ങനെ ചെറിയ ചെറിയ അവിടുന്ന് ഇവിടുന്നൊക്കെ വന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ്. അത് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ സ്ത്രീകൾ ഉണ്ട്. അവർ വളരെ സംഘടിതരാണ്. പക്ഷെ അവരുടെ ആവശ്യങ്ങൾ കൊണ്ട് തന്നെ, ഇപ്പം നമ്മളെപ്പോലെയല്ല, അവർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ സമരം ചെയ്ത് ജീവിക്കുന്ന സ്ത്രീകളാണ്. പക്ഷെ അവർ കുറച്ചും കൂടെ ഇത് മനസ്സിലാക്കിയിട്ടുള്ള സ്ത്രീകളാണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏലിയമ്മ വിജയൻ, അങ്ങനെ മേഴ്സി അലക്സാണ്ടർ, അവരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ അതുമായിട്ടും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവരിതിൻ്റെ ഇടയിലൊരു കണ്ണിയായിട്ട് വരും. അപ്പോൾ അവരതിലും പ്രവർത്തിക്കുന്നുണ്ട്, ഇതിലും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫെമിനിസ്റ്റ് അവബോധം വെച്ചാൽ സ്ത്രീകളുടെ പ്രശ്നം എന്നുള്ള രീതിയിലുള്ളൊരു അവബോധം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്ത്രീ പ്രശ്നം വരുമ്പോൾ ഇതിൽ നമ്മളും ചേരേണ്ടതാണ് എന്നൊരു തോന്നൽ അവർക്കുള്ളത് കൊണ്ട്, അപ്പോൾ അവരൊരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ നമ്മളൊരു 10 പേരെ ഉള്ളെങ്കിൽ അവർ 100 കണക്കിന് സ്ത്രീകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ജാഥയൊക്കെ നടത്തുന്ന സമയത്ത് 100 കണക്കിന് സ്ത്രീകളുണ്ടാവും. പിന്നെ നാട്ടുകാരും ഉണ്ടാവും കേട്ടോ. പല ഇതിലും ആ നാട്ടിലുള്ള പല സംഘടനകൾ, ഇപ്പം മഹിളാ സമാജമാണേലും ഈ പാർട്ടികളുടെ വനിതാ സംഘടനകളാണെങ്കിലും എല്ലാ പാർട്ടികളുടെയും വനിതാ സംഘടനകളെ നമ്മൾ സമീപിക്കുമായിരുന്നു. അപ്പോൾ അവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ അവരും ഇതിൻ്റെ കൂടെ ചേരുമായിരുന്നു. അങ്ങനെ എണ്ണം ഉണ്ടാവും നമ്മൾ ജാഥയൊക്കെ നടത്തുമ്പോൾ.